ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇതാക്കണത് ചിക്കൻ കേട്ടോ. ബീഫ്. ചിക്കൻ അല്ല, ബീഫ്. ചിക്കന് പറഞ്ഞ് എന്നും ചിക്കൻ ആകുമ്പോഴേ ബീഫാണ് കേട്ടോ. നല്ല പോത്താണെന്നാണ് പറഞ്ഞത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാക്കുക ഞാൻ കുറച്ചധികം ഞാൻ ഈ മസാല നമ്മളെ കല്ലിട്ട് ഇടിച്ചങ്ങാണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് എനിക്ക് എടുത്ത് വെക്കാനുമാണ്. അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കണ്ടെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൊച്ചു ബെൽബട്ടൺ ഉണ്ടല്ലോ അടിച്ചമർത്തി പോകട്ടെ. നമ്മൾ ഫസ്റ്റ് ഇതേമാതിരി കൂടെ എല്ലാവരോടും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ പറയുന്നുണ്ട്, ലാസ്റ്റും പറയുന്നുണ്ട്. അപ്പോൾ ഈ നോമ്പായിട്ട് നോമ്പ് നോമ്പ് ഇന്ന് 8ാമത്തെ നോമ്പാണ്. ഇതുവരെ നമ്മൾ ബീഫ് കറി ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിക്കണം. പക്ഷെ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അതിൻ്റെ മുന്നേ ഇങ്ങനെ ബീഫിൻ്റെ ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ കാണിക്കും. അപ്പം ഇന്ന് ഞാൻ അതാണ് കാണിക്കണം കേട്ടോ. മസാലകളാട്ടോ അത് വലിയ ജീരകം, മുളക്, പിന്നെ അതേമാതിരി മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പിന്നെ ഇതാക്കുന്നത് നമ്മൾ ഇതെന്താ ഉലുവ കേട്ടോ. അതൊക്കെ പാടങ്ങോട്ട് ഇതിലേക്ക് അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ എന്താ, നമ്മൾ വെള്ളം ആഡ് ചെയ്യുമ്പം കുറച്ച് ചൂടുള്ള വെള്ളം, തിളച്ച വെള്ളം ഉണ്ടാവും. തിളച്ചിട്ടുള്ള ചൂടുള്ള പച്ചവെള്ളം ഒഴിക്കരുത്. പച്ചവെള്ളം ഒഴിച്ചാൽ ഇതിൻ്റെ ആ ടേസ്റ്റ്, നമ്മൾ ബീഫിൻ്റെ ടേസ്റ്റാണ് പോകും. ഇനി ഇതെന്താ നമ്മൾ കയ്യിലോണ്ട് വെച്ചത് ഞാൻ ഇളക്കാം കേട്ടോ. കൈ കൊണ്ട് വെച്ച് ഇളക്കിയാലും മതി. ഞാൻ കയ്യിലൊന്ന് ഇതാക്കിയേക്കാണ് അടുപ്പത്ത് വെച്ചതുകൊണ്ടേ. അടുപ്പത്ത് ഞാൻ തീ നല്ലോണം കത്തിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇത് ഉണ്ടായപ്പോഴേ ഇനി വിറക് വെച്ചിങ്ങാണ്ട് വേണം കത്തിക്കാൻ. ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യാം. നോമ്പായതുകൊണ്ട് ഉപ്പൊന്നും നമ്മൾ നോക്കണില്ല. അപ്പം അതിനനുസരിച്ച് ഫസ്റ്റ് നമ്മൾ കുറച്ചങ്ങാണ്ട് ചെയ്താൽ മതി. അപ്പം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇടാമല്ലോ. ഇനി അടച്ച് വെച്ചാണ് വേവിക്കുക. ഇനി ഒരു തള തിളച്ച് കഴിഞ്ഞാൽ കറി ലീഫ് ഉണ്ടല്ലോ, അതൊന്നും ഇടുക കേട്ടോ. ഞാൻ ഇതാക്കണ പത്തിരി ചൂടുക കേട്ടോ. പത്തിരിയില്ല. അപ്പം അതാക്കണ ബീഫിൻ്റെ ഇതാക്കണ ഇതേപോലെ ഇങ്ങനെ ഒക്കെ വേവിച്ച് റെഡിയാക്കി വെച്ചേക്കാണ്. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തുങ്ങാണ്ട് കറി ആക്കാനാണ്. കുറച്ച് ഫ്രൈ ചെയ്താലും പോരെ. അപ്പോൾ പത്തിരി അതുണ്ടാക്കി ബീഫും പത്തിരി ആക്കാൻ വിചാരിച്ചിട്ട്. കരിഞ്ഞിട്ടോ, ചെറിയതായിട്ട് കരിഞ്ഞ് പത്തിരി. ഒന്നിട്ട് നീങ്ങിയാലോ. കുറച്ചെടുത്തുകാണ്ട് എല്ലൊക്കെ എടുത്തുകാണ്ട് നമുക്ക് കറിയൊക്കെ കറി തേങ്ങ അരച്ച് പാരുക. ബാക്കിയുള്ളത് ഞാനിത് ഇങ്ങനത്തെ നല്ലോണം അങ്ങനെ നമ്മൾ തീയത്ത് വെച്ചുകാണ്ട് ഇങ്ങനെ ഇതാക്കി എടുക്കൂലേ, അങ്ങനെ ആക്കിയെടുക്കുക. ഇതല്ല എല്ല് നല്ല കഷ്ണം വിചാരിച്ചു കണ്ടാൽ. എല്ലല്ലാത്ത ബീഫ് എടുക്കും. ഇതല്ല നല്ല കഷ്ണം. ഇത് നമ്മളെ ചൂടത്ത് അടുപ്പത്ത് ഇങ്ങനെ നിന്നുകാണ്ട് കുറച്ച എല്ലാം അറിയാം. പത്തിരി ഇങ്ങനെ കഴിക്കുമ്പോഴേ പത്തിരിക്ക് ഇങ്ങനെ കടിച്ച് ചെല്ലി തിന്നോളും. തിന്നോളും പറയാൻ ആരും ഈ തിന്നറിയില്ലേ. ഇതേക്കാരെടുക്കുക. അപ്പോൾ ഇത് ഞാൻ ഈ ഭാഗത്തേക്ക് ഒന്ന് മാറ്റിയേക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് കറി ആയിക്ക് ഒഴിച്ച് പയറിനെങ്കിൽ പെട്ടെന്ന് ഇവിടെ നോക്കാട്ടെ. അപ്പോൾ ഇതിലേക്ക് കുട്ടിക്ക് കറി ഒഴിച്ച് പയറും. കറിയല്ല, തേങ്ങ. ഇവിടെ തീ വരുന്നുണ്ടോ? എന്തൊരു ചൂടാണ് മക്കളെ, ചുട്ടിട്ട് നിൽക്കാൻ വയ്യ. അമ്മാതിരി ചൂടാ. കറിയിൽ തേങ്ങ അരച്ച് വാർന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടോ. ഇത് വറവിടട്ടെ. ചേച്ചിനോട് അപ്പൊ നല്ലോണം തൂമിച്ചൊക്കെ
കൊറേ വിളിച്ചിട്ടുണ്ട്. ചേച്ചിയായോ? ഞാനത് വറവിടട്ടോ. ഇന്ന് മെയിൻ ബീഫല്ലേ? അതുകൊണ്ടാണ് ഞാൻ പത്തിരി ഉണ്ടാക്കിയത്. അതാ കരിവേപ്പിന്റെ ഇടാൻ മറന്ന്. ഇത് വെറൈറ്റി കരിവേപ്പിന്റെ വേറെ രസമല്ലേ, മറിഞ്ഞാണ്. അപ്പം ഇത് പത്തിരിക്ക് അല്ലേ? ഇതത് ഇതിമക്ക് വാങ്ങിട്ടെ. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ പാല് കിടക്കുന്നുള്ളത്. എന്താ ഈ വളയ ഉണ്ടാക്കണത്? കൊണ്ട് പറ്റി പാലൊക്കെ ഇട്ട് അത്തക്ക ജ്യൂസോ? സർബത്ത്, അത്തക്ക സർബത്തിലേ. അതിമ ഇഞ്ഞോട്ട് റോസേ എടുക്ക്, ഇങ്ങിട്ടെടുക്ക്. ഒരു സ്പൂൺ എടുത്ത് കണ്ട് ചൊരണ്ടി വെക്ക്, അതിമ കിട്ടും. അങ്ങനെയാണോ? അങ്ങനെ തന്നെയാണ്. ഇതുകൊണ്ട് ചൊരണ്ടി വെക്കിയ കളയാൻ പറ്റൂല. കണ്ടു അങ്ങനെ. അല്ല കൈ തണുത്ത്. പച്ചക്കുള്ളായി. ഇത് മുന്തിരി ഒന്നുമില്ല, ഞാൻ ഉണ്ടാക്കാം. മുന്തിരി ഇടാതെ ഞാൻ ഉണ്ടാക്കുന്നതാണ്. അല്ല ഇത് മുന്തിരി ഇട്ടുണ്ടാക്കിനിയല്ലോ ആദ്യം. അത് നിങ്ങളത് കോപ്പി അടിച്ചതാ. മുന്തിരി ഇല്ലാതെ നിങ്ങളത് കോപ്പി അടിച്ചാൻ പാടില്ല. കുറച്ച് കസ്കസ് വെച്ച അടുപ്പത്തോ പാൽ ചായ ഉണ്ടാക്കുക. വാളെ പാലെടുത്ത് ചായപ്പൊടി ഇട്ടു, ഇനി ഒരു ഏലക്കായ ഇടുക, പഞ്ചസാര ഇത്ര ഇടണുള്ളൂ, മതി. അതിന് ഉണ്ടാവും പഞ്ചസാര പറഞ്ഞ പോലെ. എത്ര കുറച്ചാലും ഇതാർക്കാം അത് ഞാൻ എടുത്തുവെച്ചാൽ കുറച്ച് പഞ്ചസാര എത്ര കുറച്ചാലും എന്താ അറിയോ, എങ്ങനെയായാലും നമ്മള് ആൾക്കാർ മെമ്പേഴ്സ് ഉള്ള മാതിരി കൂടുന്ന മാതിരി പഞ്ചസാര ഇതേമാതിരി തന്നെയാണ്. കൂടുതൽ എടുത്ത് ശീലമായതാണ്. കൂടുതൽ എടുത്ത് തരണം. ഇവിടെ എന്താ അറിയോ, ഷാജിക്കൊക്കെ നല്ലോണം ഇങ്ങോട്ട് ഇടണം, തേന് പോലെയാണ്. അങ്ങനെ വീട്ടിൽ വന്നേ അങ്ങനെ ശീലമായത്. ഞാനൊന്ന് ചായയെ കുടിക്കാത്ത മനുഷ്യന്മാരെ. തിളക്കാനായോ? തിളക്കട്ടെ. ഇനി ഫുള്ള് ഇതാണ് മഞ്ഞ കളർ. മുന്തിരി എടുക്കും. മുന്തിരി എടുക്കാം. മുന്തിരി വേണം. അപ്പോൾ ഇതൊക്കെ വെച്ച് മുന്തിരി ഉണ്ട്, മുസമ്പിണ്ട്, മാങ്ങ. അപ്പോൾ ചായ ഇതുവരെ ഞങ്ങൾ നോമ്പായിട്ട് ഞാൻ എന്താ ബീഫ് കറി ബീഫ് വരട്ടിയതും ബീഫ് കറിയും വെച്ചിട്ടില്ല. കറി ഞാൻ ഉണ്ടാക്കി പത്തിരിക്ക് ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഇന്ന് പത്തിരി പിന്നെ സാധാ ചോറ് ഇവിടെ ഉണ്ട് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ സാധാ ചോറ് കുറച്ച് ഞാൻ ഉണ്ടാക്കി ഇവിടെ തന്നെ വെച്ചതാണ്. സാധാ ചോറ് പിന്നെ നാക്കടെ എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. എന്തത്? തരിക്കഞ്ഞി. തരിക്കഞ്ഞി എനിക്ക് മാത്രം, ഒന്നും കുടിക്കൂല. പിന്നെ ചായ അതാ. പിന്നെ അതൊക്കെ നമ്മളെ വത്തക്ക സർബത്ത് കേട്ടോ. ഞാൻ ഗ്ലാസും പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കട്ടെ, ഫുള്ളായിട്ടില്ല. അപ്പൊ അതൊക്കെ നമ്മള് ഓരോന്ന് എടുത്ത് വെക്കണ ടൈമായിട്ട് ഇപ്പൊ ബാങ്ക് കൊടുക്കാനായിക്കണേ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൊച്ചു ബെൽ ബട്ടൺ ഉണ്ടല്ലോ. അത് കരിയുണ്ട് ഇവിടെ. അത് നോക്ക്. മുഖത്ത് കരി ഉണ്ടോ? കരിയൊക്കെ ഒന്ന് കഴുകി വരട്ടോ കേട്ടോ.
നമ്മളൊരു മേക്കപ്പ് ഒന്നും ഇടാതെ ഒറിജിനൽ ആണ് വരുന്നത്. അപ്പൊ ഞാൻ എല്ലാം ഇത് ഫുള്ള് ഞാൻ ഇപ്പൊ ഉണ്ടാക്കുന്നത് നമ്മളെ അടുക്കളയിലുണ്ടല്ലോ, വിറകടുപ്പിൽ വെച്ചുണ്ടാക്കണാണേ. ഞാൻ ഗ്യാസുമ്മ വെച്ചുണ്ടാക്കാറില്ല. നമ്മൾ വർക്കിന് പോയാലും ഞാൻ എന്താണെന്നറിയോ വിറകടുപ്പുമ്പോൾ തന്നെ വെക്കുക. അപ്പൊ നമ്മൾ കൈയൊക്കെ എവിടെയൊരു വിറകല്ലേ എവിടെയൊരു തട്ടിയാലൊക്കെ ഇതൊക്കെ ഉണ്ടാവും. മേക്കപ്പ് ഒന്നും ഇടാതെ നമ്മൾ ഒറിജിനലാണ് നിൽക്കുന്നത്. പിന്നെ ഒരു കാര്യപ്പ് വാങ്ങി കൊടുക്കുമെന്നറിയോ, ലെമൺ ജ്യൂസ് എടുത്ത് വെച്ചിട്ടില്ല. അപ്പൊ എന്നാ ഞാൻ ബായ്, മുഖമൊക്കെ ഒന്ന് കഴുകി വരട്ടോ. പിന്നെ കാരക്കൂടെ ബായ് ബായ്. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എത്രാമത്തെ പ്രാവശ്യം പറയണേ നിറകള്, നിങ്ങളെ സപ്പോർട്ട് നമുക്ക് വേണം. ബായ്. ഞാൻ മുഖത്ത് കൂടെ ആകെപ്പാടെ കഴിഞ്ഞു കൊടുക്കുന്നുണ്ട്.